ഫസ്റ്റ് കൊണ്ടുവന്നേക്കാൻ വേണ്ടിയാ വാ എനിക്ക് ബോൾ തുറക്കാൻ പോണം. സ്റ്റേഡിയത്തിൽ പോയി നമ്മുടെ പണിയതാ ബോൾ തുറക്കല്. 100 ബാളിലൊന്ന് അടിക്കുന്നാണോ? പ്രത്യേകിച്ച് നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഡെബ്യൂട്ട് മാച്ച് ഫ്രഷ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമ്മൾ ആദ്യത്തെ ബ്ലോഗ്, അപ്പോൾ നമുക്ക് പരിപാടി ഒന്നും അറിയത്തില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പോവാം. എനിക്ക് നല്ല സത്യം പറഞ്ഞ നല്ല വീഡിയോ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ ഫ്രണ്ട്സ്. നല്ല വീഡിയോ ഉണ്ട്. കാരണം ആദ്യം എന്റെ സ്റ്റിച്ച് ബോൾ കളിക്കാൻ പോകുന്ന ടൂർണമെന്റ് അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് നല്ല വീഡിയോ ഉണ്ട്. ഇതൊക്കെ പിന്നെ പറയാം. നീ വണ്ടി ആട്ടി കൊടുക്കാൻ വണ്ടി ആട്ടി കൊടുക്കാൻ വണ്ടി എവിടെ കണ്ടാലും അത് കാര്യമില്ലാതെ ഈ വണ്ടി എവിടെ കണ്ടാലും ഒന്നെങ്കിൽ മണ്ണ് വാരി അറിയണം, ഇല്ലെങ്കിൽ കൈ തടഞ്ഞു നിർത്തി അടിക്കണം. മനസ്സിലായോ? വണ്ടിയുടെ ബാക്ക് വശം എന്തോ കുണ്ടി നോക്കൂ വണ്ടി. ഡാൻസ് കാറോ പിക്കയിലെയോ? അതെനിക്കറിയാം, നിനക്ക് ഇച്ചിരി ഡാൻസ് കൂടുതലാണ്. നീ എന്ത് ഇതിന്റെ വ്ളോഗ് വണ്ടിയുടെ വ്ളോഗ് എടുക്കുന്നു? എന്റെ ടെൻഷൻ ഞാൻ പറയട്ടെ. ഇപ്പൊ ഒന്നെങ്കിൽ എന്നെ ഒരു 6 ബോൾ 6 സിക്സ് അടിക്കും, ഇല്ലെങ്കിൽ എന്നെ കളിപ്പിക്കത്തില്ല. എല്ലാം ഹരിച്ചേട്ടന്റെ ഇതുപോലെ ഇരിക്കും. ഹരിച്ചേട്ടൻ എന്നെ കളിപ്പിക്കത്തില്ല അല്ലേ? അതേലും കിട്ടിയത് ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം ഇതാണ് ഇത്രേ ഉള്ളു. എന്തേലും പറഞ്ഞാൽ ചെയ്തോണം. കാരണം അത്രേ ഉള്ളു. നീക്ക ഞാൻ കുറച്ച് ടിക്സ് പഠിക്കായിരുന്നു. ഇങ്ങനെ വിടുന്ന ബാള്. അതല്ലേ ഞാൻ പറഞ്ഞത്. അതല്ലേ നീ ക്യാമറ പിടിക്കുന്നത്, ഞാൻ കിറ്റ് പറ്റിരിക്കുന്ന. കളിക്കുന്നതിന് പോരടാ. ഞാൻ ഇവിടുന്ന് പോകുമ്പോ ഒന്നെങ്കിൽ സഞ്ജു സാംസൺ, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ സജു ഉണ്ണൻ. തിരിച്ചു വരും. ബൈ പ്ലെയർ, ക്രിക്കറ്റ് പ്ലെയർ, അച്ഛ പ്ലെയർ. തെറിച്ചോ കൂടാതെ എങ്ങനെ അല്ല ചാവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഞാൻ മരിക്കണം. ക്ലച്ച് ആവണമെങ്കിലോ? ചാവണമെങ്കിൽ ഞാൻ മരിച്ചിട്ടുള്ളൂ, ഞങ്ങളെ കൊല്ലുള്ളൂ. നീ പറഞ്ഞപ്പോ ഞങ്ങൾ മരിക്കും, സ്പോട്ടിൽ മരിക്കും. എനിക്ക് തോന്നുന്നില്ല നമ്മൾ അവിടെ എത്തുമെന്ന്. സീരിയസ്ലി എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പയ്യൻ നിനക്ക് എത്ര മണിക്കുള്ള അവിടെ എത്തിക്കണം? നീ ഇവിടെ മറ്റേ അജിനൊരു വില്ല് കളിക്കണ്ട, എനിക്ക് വയ്യ. പാട്ടിന്റെ എനിക്കറിയാൻ വയ്യ. എനിക്ക് പൊന്നാക്കളെ എനിക്കറിയാം ഈ ചെറുപ്പക്കാരൻ എന്തോ പ്രശ്നം. സത്യം പറയാല്ലേ, കയ്യിൽ അങ്ങോട്ട് സിയറിങ് കിട്ടി അവന് മറ്റേ വേറെന്തോ കിട്ടിയ മാതിരിയാ. ഞാൻ എനിക്കതാ തോന്നുന്നത്. എന്റെ ഒരു ആഗ്രഹമാണ് ഒരു വ്ളോഗിൽ ഇടണമെന്ന് ഫുള്ളായിട്ട്. പ്രാർത്ഥിക്കട്ടെ, എല്ലാരും പ്രാർത്ഥിച്ചേ. പിന്നെ ആശുപത്രിയൊക്കെ കാണിച്ച് അത് കണ്ടന്റ് ആയാലോ? ആശുപത്രിയിലൊക്കെ കേറി കണ്ടന്റിന് വേണ്ടി ഇങ്ങനെ എന്തുവാടാ പറയുന്നത്? ആശുപത്രി കയറാതെ പതുക്കനെ പോടാ. ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകും. സ്ലോ ആയിട്ടാ പോണേന്നാ? ഞങ്ങൾക്ക് ഇവിടെ ഒരു പോസ്റ്റർ അടിക്കണായിരുന്നു കേട്ടോ. നിന്റെ നല്ലൊരു പോസ്റ്റർ അടിക്കും. റൗണ്ടിന് ഇങ്ങനെ 3 മിനിറ്റ് സ്റ്റെപ്പും വെച്ച് നടുക്ക് നീ ഇങ്ങനെ ഇരിക്കണേ. നിനക്കൊരു 10 ഫ്രോൺസിന്റെ മേളിൽ ഇരിക്കുന്ന പോസ്റ്റർ അടിച്ചു തരട്ടെ? അത് പൊളിക്കും. പൊളിക്കും. നടുക്കൊരു മാമ്പഴം. ഞാൻ വേറെ വല്ലതും പറഞ്ഞുതരാം. നടുക്കൊരു മാമ്പഴ മഞ്ഞുള്ള BMW. ഒരു ചെറുപ്പക്കാരന്റെ ആഗ്രഹം മാമ്പഴ കളർ. മാത പറഞ്ഞോടാ, മാത ഗൈസ്, നമ്മളെ ഫുഡ് സ്പോട്ട് മാത. നോക്കേ അവിടെ ജസ്റ്റ് കൊണ്ട് നോക്കേ. പടവട കഴിച്ചിട്ട് ഇറങ്ങാതെ, പഴോ പീടി കഴിച്ചിട്ട് ഇറങ്ങാന്ന്. ഗൈസ് ഞാൻ എല്ലാ ദിവസം കഴിക്കുന്ന സ്ഥലമാണ് മാത. നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. തുറന്നെന്നാ പറഞ്ഞ, തുറന്നില്ലെങ്കിൽ ഈ ഐഫോൺ അടിയുള്ളൂ കഴിക്കാം. അച്ഛൻ നോക്കിയ ഒരേ ലുക്കില്ലേ? അച്ഛൻ അപ്പവും ബീഫ് സ്റ്റൂ. മാതല അപ്പവും ബീഫ് സ്റ്റൂ. ലൂസ് മോഷൻ എന്നല്ലേ പറഞ്ഞേ? സാധനം വന്നത് ഇവിടുത്തെ ബീഫ് സ്റ്റൂ മോനെ. ഇപ്പൊ പൊറോട്ട ഇല്ല, ഗ്യാസില്ലാത്തോണ്ട്. പൊറോട്ട മൂടായിരുന്നു. ഏയ് എനിക്കെന്തോ ഇത് അച്ചാറാ? പിടിച്ച സൂപ്പറാ.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചൂടടാ. അപ്പം നിങ്ങൾ കഴിക്കും ഞങ്ങൾ ഒരു കറി വാങ്ങിച്ച് ഷെയർ ചെയ്യുന്നതാണ്. ഞങ്ങളതിൽ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല. കാരണം എന്താ എളുമ സിമ്പിൾ ചേച്ചി. രാവിലെ ആയതുകൊണ്ട് ഇറങ്ങൂല, അതുകൊണ്ടാണ് ഒരെണ്ണം വാങ്ങിച്ചത്. നന്നായി പഠിച്ചോണ്ട് ഞാൻ നന്നായിട്ട് താങ്ക് യു ബ്രോ. ഓക്കെ. പഠിപ്പിൽ കേമൻ, പിഴപ്പിൽ അത് കേമൻ. ഫ്രോൺസ് എന്തിടാ? ഫ്രോൺസ് കൊണ്ട് ആട് വന്നില്ലേ? ആ കാറ് അയ്യോ ഏതോ വണ്ടിക്ക് വട്ടം വെച്ചേക്കുന്ന ഏതോ വണ്ടിക്ക് വട്ടം വെച്ചേട്ടോ. നിതീഷ് പോയി, ലോറിക്കകത്ത് പോയി. നിതീഷിനെ കാണുന്നില്ല. പേടിയുണ്ട്, എനിക്കൊന്നും വരുന്നില്ല. എനിക്ക് അവിടെ കപ്പിൾ ഗോൾസ് ഒന്നുമില്ല പേടിക്കാൻ. തുപ്പട എന്റെ അപ്പവും ബീഫ് സ്റ്റൂ ഞാൻ വാങ്ങിച്ചെന്നാ. വണ്ടിക്ക് 2 കൊല്ലം കൊണ്ട് കാണിക്കുന്നുണ്ട്, പക്ഷെ നന്ദിയല്ല, വേറെ വരുത് മുണ്ട് പൊക്കിയും. എനിക്ക് ഭയമൊന്നുമില്ല വച്ചാനെ. തിരിച്ചു വല്ലോ വേറെ കൗണ്ടർ അടിക്കോ അപ്പൊ പറയാ നിതീഷ്. അല്ലേ വേണ്ട, ഞാൻ ചെല്ലുമ്പോ പ്ലിങ് ആവും. ഭയത്തിന്റെ മുന്നിൽ എന്താ പേടിക്കാത്തവനാര്? ഭയത്തിന്റെ മുന്നിൽ ഞാൻ നിന്ന് നീ എന്തൊക്കെയോ പറയുന്നോടാ വരുന്നേ. ഫ്യൂച്ചർ നിതീഷ്, ഫ്യൂച്ചർ 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 ഞാൻ ഫ്യൂച്ചറാ പോയത്. ഇനി അഖിൽമാരാറിനാണോ വോട്ട് കുത്തണേ അതോ ഞാൻ എന്റെ റൈറ്റ് ഞാൻ എന്റെ രാഷ്ട്രീയം നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുന്നില്ല. എടാ പൊട്ടന്റെ മോനെ, അതുവഴി നേരെ പോയിരുന്നു ഈ കളമശ്ശേരി. നീ കറങ്ങേണ്ട എന്താ ആവശ്യമുണ്ട്? ഏത് വഴി നേരെ പോയെങ്കിൽ അവിടുന്ന് നേരെ ഈ വളയം പിടിച്ചു പിന്നെ ഇരിക്കുന്ന എടപ്പള്ളി ലൊക്കേഷൻ കാച്ചി വെച്ചേണേ. അതിനിപ്പോ എന്ത് അല്ലേ? എനിക്ക് പേടിയാവുന്നേ. ഭയം അതെന്റെ ഡിക്ഷണറിയിലില്ല. സത്യമായിട്ട് എനിക്ക് നല്ല പേടിയുണ്ട്. സീരിയസ് എവിടെ ഇന്ന് കളിയില്ലെന്ന് തോന്നണോട്ടോ. ഇവന്റെ ഡേറ്റ് മാറി പോയത് തോന്നണേ. ആണോ? ആരും കാണല്ല. സത്യം പറഞ്ഞെങ്കിൽ നല്ല പേടിയുണ്ട്. എടാ എനിക്ക് പേടിയൊന്നുമില്ല. എന്ത് പേടിക്കാൻ എന്തുവാ? സോറി, പിന്നെ തമാശ കളിക്കുന്ന ആ ചിന്ത അവർക്ക് മതിയായിരുന്നു. അപ്പൊ എങ്ങനെ പിച്ചു ഇറങ്ങിയല്ലേ? വെല്ലുവിളി തുടങ്ങാം. അദ്ദേഹം കാണുന്നത് വെല്ലുവിളിയാവാം, പക്ഷെ വെല്ലുവിളിയാവാം. ഗൈസ് നമ്മള് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ കുറച്ച് ഊക്ക് വാങ്ങാം. എന്നെ പലതും പറയും, പക്ഷെ പ്രശ്നമില്ല. അമീർ ഷാമിയുണ്ട്, നമ്മളെ പ്ലെയർ അമീർ ഷാമിയുണ്ട്, ഷിയാസ് ഉണ്ട്, ചാർലി ഉണ്ട്, അങ്ങനെ കുറെ ടീമുകളുണ്ട്. എനിക്കറിയത്തില്ല, അതിലുണ്ടോ? ഇല്ല പ്ലീസ് ഞങ്ങളെ സംരംഭത്തിന് നിങ്ങളൊന്ന് തുടങ്ങാനാണ്. ഹായ് ബ്രോ. ഒരു സമയം ബിസി. ഇതെന്താ കരകാട്ടം ഉണ്ടോ? ഒന്ന് സൂം ചെയ്യാൻ ചേട്ടാ. ഷിയാസ് ബ്രോ ഗുഡ് മോർണിംഗ്. അഭിചേട്ടോ ഹായ്. ഹലോ സുഖമാണല്ലേ? സെക്സെട്ടോയ് എപ്പോ എത്തി? എപ്പോ വന്നാ? ഞങ്ങള് ബ്ലോഗ് തുടങ്ങി. ആ അച്ഛാനെ സീ നേരെയാണ് നമ്മളിപ്പോ. ഞാൻ ഓടി തീർക്കൂടെ ഇത്ര ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും ദൂരം ഉണ്ടോ? ഇവിടെ അല്ലേ കളി? ഇവിടെ ഒന്നല്ല കളി, അവിടെ കളി. ഇവിടെ അല്ലേ കളിയൊന്ന്? ഇവിടെ വേറെ കളി. ഇവിടെ സോറി ബൈ ബൈ. ഇല്ലടാ, നമ്മളില്ലാ സാധനങ്ങളൊന്നും ഇല്ലടാ. നമ്മളതൊന്നും നിന്റെ ബാഗ് ഇവിടെ വെറുതെ പോകുന്നു. ഒന്നുമില്ല. ശരി കേട്ടാ, എന്തുണ്ട്? ആ ബ്ലോഗാ. ഇവര് മത്സരം ചുമ്മാ തമാശക്ക് കുറെ ഉണ്ട്. ഇത് ഓടിത്തീർക്കും ഇഷ്ടം പോലെ. എന്റെ പതകളാവും. അടുത്തുള്ള ഏതാ ഹോസ്പിറ്റല് അങ്ങോട്ട് വിടാം. ഇത് കഴിഞ്ഞ് 500 വീട്ടിൽ വെച്ച് മല്ലു ക്രിക്കറ്ററിന്റെ മെയിൻ ഒരു ക്ലാവാണ് വരുന്നത്.
ഗൈസ് ഇദ്ദേഹം പല കൊണയടിയും. നിങ്ങൾ ദയവ് ചെയ്ത് അതിനെ സഹിക്കണം. അതെറിഞ്ഞിടണം. ഫസ്റ്റ് ബോളിൽ അതായിരിക്കണം. ഫസ്റ്റ് ബോളിൽ എൻ്റെ ബോൾ അടിച്ച് പൊട്ടിക്കണം ആരായാലും. എനിക്കത് ആഗ്രഹം. നമുക്ക് കുറച്ചും കൂടെ തുടങ്ങിയാലോ? നീ വേണമെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്തോ. അറിയണോ അല്ലേ? നോ, നമുക്ക് അപ്പുറത്ത് കളിക്കാം. ഗുഡ് മോർണിംഗ് ബ്രോ. ഹരികണ്ടണ്ട ബോളിംഗ് ഇരുവന്തോ അമ്പല അവിടെ നിന്ന് കൊണ്ടുവന്ന ഐസ്ക്രീമോ? പക്ഷെ കപ്പ് ഞങ്ങൾ കൊണ്ടു, നമ്മൾ വാങ്ങിച്ചത്. ഞാൻ ഇന്ന് 2 പയ്യന്മാരെ കൊണ്ടുവന്നിരിക്കുന്നത്. ഏറെ സ്കീമാ വെച്ചാലേ. നിങ്ങൾ പോലും അറിഞ്ഞില്ല കപ്പ് ഇവിടുന്ന് പോണ. അവ MA തീഫ. MA തീഫ് എണ്ണാട്ടെ. ഇനി ഇത് എത്ര എണ്ണം കൊണ്ടുപോകണമെന്ന്. പക്ഷെ അതുകേട്ട് എനിക്ക് തോന്നുന്നില്ലടാ. അതുകേട്ട് കണ്ണ് വെച്ചാൽ പിന്നെ ഒന്നില്ലെങ്കിൽ ബാഗ് ഇട്ടേലും കൊണ്ടു. ഏത് അത് ഞങ്ങള് CSK. അത് എനിക്ക് പേടിയില്ല, കാരണം ഞാൻ കളിക്കുന്നില്ല. ഞാൻ മാറിയിരിക്കും. വെയിലെണ്ണ അമ്പയറിന് എന്ത് കൊടുക്കും? ഫ്രോൺസ് കാർ ട്രിപ്പ്. ഇതേ നമ്മൾ ജയിച്ചതുണ്ടാ, ഒരു പ്രശ്നവുമില്ല. ഇതെല്ലാം പ്രൊമോഷനാണ്. ഞാനും കോഹ്ലിയൊക്കെ ഒരേ. എനിക്ക് പക്ഷെ RCB ഇഷ്ടം. നിങ്ങളേതാ? സൂപ്പർ മൗണ്ടൻ ഡ്യൂ. മൗണ്ടൻ ഡ്യൂ പേടി. ജോമോൻ ചേട്ടനെന്താ വിളിക്കാതെ? ജോമോൻ ചേട്ടനെ വിളിക്കാതെ. ഇത് പുലിക്കളി. ഓണമൊക്കെ വരുന്നേ. ഓണമൊക്കെ വരുന്നേ. എന്തോടെ ഇത്? ഇതേതാ കോമ്പിനേഷൻ? സൗഹൃദ മത്സരമാണോ ഗൈസ്? അപ്പൊ നമുക്ക് ടോസ് വീണു. നമ്മളെ ക്യാപ്റ്റൻ ഹരിച്ചേട്ടൻ അല്ല ചൂസ് ചെയ്തത്, ചാർലി ചേട്ടനാണ്. എന്തോടെ ചൂസ് ചെയ്തത്? അവര് ബോളിംഗ് ചൂസ് ചെയ്ത് നമുക്ക് ബാറ്റിംഗ് കിട്ടി. ഞാൻ ബാറ്റ് ചെയ്യുന്നില്ല. അതിന് വെക്കണ്ട, നിർത്തിക്കോ. ഞാൻ ബാറ്റ് ചെയ്യുന്നില്ല. സജ്ജേട്ടാ, സജ്ജേട്ടാ ചെറിയൊരു വിരാട് കോഹ്ലിയെ കാണുന്നില്ലേ? സിക്സിനിറങ്ങി ഫ്ലെക്സിംഗ് ആണ്. ഇതൊക്കെ ഫ്ലെക്സിംഗ് ആണോ? ഇല്ല, വളയൂല. ഇത് എന്താട്ടാണ്ടി എന്തുട്ടാണ്ടി? ഇതെന്താ കളി? ഇവിടെ നടക്കാൻ പോണേ? നോ, ബേസ്ബോൾ. എന്നോട് അഭിനയിച്ച വെരി ടാലന്റഡ് ആക്ട്രസ്. നൈസ്. അഞ്ചാറാടാ, അഞ്ചല്ലേ? അപ്പൊ 6 ഓവറാണ്. 6 വിളിക്കട്ടാ. ആരൊക്കെ ഓപ്പണിംഗ് ഇറങ്ങണ? ഗോകുലു ഇല്ലടാ. നിങ്ങളീ ഇനി നമുക്കില്ല കളി നിരീക്ഷിക്കും. നമ്മൾ പറയും കളി കണ്ട് എങ്ങനെയൊന്ന് പഠിക്കാം. പഠിച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ഇറങ്ങാം. ഇല്ല, അവളെ സൂം ചെയ്ത് കൊടുത്തു. അവൾ ഇച്ചിരി സീനാ. പച്ച കളർ ഫോണൊക്കെയാ. പച്ച എന്നോട്ടി വേണ്ട. അവിടെ ഇരുന്നാ മതി. വേണ്ട അവിടെ ഇരുന്നാ മതി. അനങ്ങണ്ട അവിടെ നിന്ന് മിണ്ടണ്ട. ചുമ്മാതെ അതൊക്കെ വേറെ ഒഫീഷ്യൽ പേരാ. ക്രിക്കറ്റ് പത്രം പറ്റ അരിപൊരിയാ. അമീർക്ക് എന്തെങ്കിലും കഴിക്കണ്ടോ? കലക്കങ്ങോട്ട്
ചെറുതറ വഴി കലക്കി എടുത്തോളാൻ. കരക്കിട് കാരൊക്കെ കൊണ്ട് നിനക്കെന്നുള്ള പഠിപ്പുണ്ടാ, നിനക്കെന്നുള്ള വിവരം ഉണ്ടാ? അടി ഇവള് തൃശ്ശൂർ കോർപ്പറേഷൻ വർക്ക് ചെയ്യുവാടാ. മാസം 19 ശമ്പളവും ഉണ്ട്. എന്നാലും നക്കിയ 10 രൂപ എടുത്തൊരു വെള്ളം പഞ്ചരിത്തില്ല. കുടിപ്പിക്കുന്നുണ്ട് നീ ഏറെക്കുറെ. പക്ഷെ ഇവള് കുറെ വെള്ളം ഇവള് ഏറെക്കുറെ വെള്ളം കുടിച്ചായിരുന്നു. ഡയലോഗ് അടിക്കാൻ നേരം കോർപ്പറേഷന് മാഡം വിളിക്കുന്ന ആൾക്കാർ എന്തുടി കാണിക്കുന്നത്. എന്നെ ഇങ്ങനെ മാഡം എന്നാ വിളിക്കുന്നത്. മാഡം അല്ല പൊടിയെന്ന്. 2 ഡയലോഗ്. അപ്പൊ എനിക്ക് ആലോചിക്കാം, ചുമ്മാതാണ് 5 ദിവസം പോയി, 2 ദിവസം വെച്ച് ഷൂട്ടാ, നേരെ 5 ദിവസം പോയി. 3 ദിവസം ഇവർക്ക് വേണ്ടി മാത്രം ഡയലോഗ് പറയാം. നിന്റെ കണ്ണി എന്തുകൂടെ ഇരിക്കുന്നത്? 4 6 എന്ന്. ഇവന്റെ കഥ അറിയാവോ? കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിന്റെ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറഞ്ഞു. അതെന്തോന്നറിയാവോ? എനിക്കറിയാം, വോളിബോൾ ടീമല്ലേ കേരള ബ്ലാസ്റ്റേഴ്സിന്. അറിയാവോ? ക്രിക്കറ്റ്. കേരള ബ്ലാസ്റ്റേഴ്സ് ക്രിക്കറ്റ് അറിവുണ്ട് കേട്ടോ. തൂക്കിയല്ലോ അഭിച്ചേട്ടാ. ഇയാള് പലതും പറയും, മൈൻഡ് ചെയ്യരുത്. കാരണം എന്താ? മൈൻഡ് ചെയ്യണ്ട. നമ്മള് പാട്ട് പാടാൻ പോവാ. ഇവനും പാടും, ഞാനും പാടും, കാണുന്ന ആൾക്കാർ പാടുപെടും. ഹായ് ഗൈസ്. അപ്പം രാവിലെ കണ്ട ഞാനല്ല, ഇപ്പം എനിക്കറിയാം. നമ്മൾ ഇവിടെ മൊത്തത്തിൽ 2 കളി കളിച്ചു. 20 ഓവർ 40 ഓവർ കളി കളിച്ചു. 2 കളി നമ്മൾ ജയിച്ചു. നമ്മൾ കപ്പടിച്ചു. എന്നെ കളിക്കാൻ വരുന്ന പറഞ്ഞപ്പം ഇവന്മാരുൾപ്പെടെ ഒരുപാട് പേര് എന്നെ പുച്ഛിച്ചു, അപമാനിച്ചു. അത്ര ചെയ്യണം. ഞാൻ 3 വിക്കറ്റ് എടുത്തു. 3 വിക്കറ്റ് എനിക്ക് കിട്ടിയ 2 ഓവറിൽ ഞാൻ 3 വിക്കറ്റും 8 റണ്ണേ കൊടുത്തുള്ളൂ. മെഡലൊക്കെ കിട്ടിയുണ്ട്. മെഡലും കിട്ടി, കപ്പും കിട്ടി. എല്ലാം കിട്ടി. അപ്പം ഞങ്ങൾ ആദ്യത്തെ വ്ളോഗാണിത്. എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്, എൻ്റെ ലൈഫിൽ ആദ്യത്തെ വ്ളോഗാണ്. അപ്പം തുടർന്ന് ഇനിയും ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് വ്ളോഗായിട്ട് വരും. ഇത് നല്ലതോ ചീത്തോ ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളുടെ ഉറപ്പായിട്ടും ഡേ ഇൻ മൈ ലൈഫ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെയാണ് സീരിയസ്ലി. ഞങ്ങൾ റിയലായിട്ടാണ് നിൽക്കുന്ന പരിപാടികളെല്ലാം. ഞങ്ങളെ ഫുള്ള് സപ്പോർട്ട് ചെയ്യണം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങൾ പറയണം, എല്ലാം പറയണം. അപ്പം നമ്മളെ പേജിൽ വ്ളോഗ് കാണും, പിന്നെ വേറെ ഒരുപാട് പരിപാടി കാണും, ഷോർട്ട് ഫിലിംസ് കാണും. അപ്പം താങ്ക് യു സോ മച്ച്. യെസ്, താങ്ക് യു സോ മച്ച്. വി ലവ് യു ഗൈസ്. ബൈ ബൈ.